എത്ര കാന്താരി ഇടണം? ഒരു 6-8 കിട്ടും. എന്തുവാ എണ്ണി ഒരു ഊഹം, ഒരു പിടി അല്ല ഇക്കണക്കിനെ കടുകൊക്കെയാണ് നീ എണ്ണി ഇടുവല്ലോ. കറക്റ്റ്. ഈ കാന്താരി കഴുകിയായിരുന്നോ? കഴുകി വെച്ചതാ, എനിക്കറിയാം. ആര് ചോദിച്ചു എന്നോട്? എനിക്കറിയാതെ കഴുകി വെച്ചോ. നീ ഞാന് ജസ്റ്റിയുടെ അമ്മായിയമ്മ, ജസ്റ്റിയുടെ അമ്മ, ജസ്റ്റ് ലിറ്റി പട്ടിന്നൊന്നും എന്നെ വിളിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും പഠിപ്പിക്കാണോ ഇങ്ങോട്ട് വിട്ടേക്കുന്നേ? പെമ്പിള്ളാർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? കഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ 8 കാന്താരി ഇടാൻ പറ്റുമ്പോ കറക്റ്റ് 8 എണ്ണം പാവുണ്ട് കേട്ടോ. അതിനെയും പോട്ടെ, പക്ഷേ എരി വേണ്ടോണ്ട് മതി. അതിന്റെ വള്ളി ഒന്നും കളയണ്ട ചേച്ചി, അതൊക്കെ കൂട്ടി അരക്കാം. ഇനി എന്ത് വേണം? അതിന്റെ അടപ്പെടുക്ക്. ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, ജസ്റ്റ് ഒന്ന് കറങ്ങിയാ മതിയേ. മതി 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 മതി. വെള്ളം എന്തിനാ എടുക്കണമെന്ന് എനിക്കറിയാം. അഹങ്കാരമായല്ലോ ഇറക്കുന്നത്. കുണുങ്ങി കുണുങ്ങി ഒന്നും നിന്നിട്ട് കാര്യമില്ല. ടക്ക ടക്കേന്ന് പരിപാടി തീർക്ക്. സമയം നോക്ക് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പിട്ടായിരുന്നല്ലോ. ഉപ്പിട്ടായിരുന്നല്ലേ? ചേർത്ത് മുത്തേ. ഈ വാലാൻ വിടും. അല്ലെങ്കിൽ വർത്താനൊക്കെ പറയാം കേട്ടോ. ഇനി അത് ഇച്ചിരി വെള്ളം എടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി എടുത്താൽ മതി. എന്നേ മതി മതി മതി. കപ്പ കുഴഞ്ഞ കപ്പയല്ല. നിന്നോട് വന്നപ്പോ എന്റെ ജീവിതം കുഴഞ്ഞു പോവാ. അതുകൊണ്ടാണ് അവിടെ നിനക്ക് കുഴഞ്ഞത് ഇഷ്ടം. ആ സ്പൂണ് വെച്ചൊന്ന് വിളക്കണം മുത്തേ. ആ മിക്സിയുടെ ജാറയിൽ ഒരു മിനിറ്റ്. മിക്സിയുടെ ജാറ ഇരിക്കുന്നുണ്ടോ? അയ്യോ ദേഷ്യം വരുന്നതാണ്. ഇപ്പൊ എന്നെ ഒന്ന് പറപ്പിക്കാനുള്ള കലിപ്പുണ്ട്. ക്യാമറ ഓൺ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ട് നിക്കുവാ. ഇനി എന്ത് ചെയ്യണം? ഞാൻ ഇന്ന് ജസ്റ്റിയുടെ ഒറിജിനൽ അമ്മായിമ്മല്ല, മമ്മി പാവാ. അമ്മായിമ്മ മുറ്റ അമ്മായിമ്മ. ഇനി കുഴക്കണ്ട. ഇനി ഉടനെ ഇളക്കരുത്. അത് മൂടി സിമ്മയിൽ ഇട്ടിട്ട് അടച്ചു വെച്ച ആവി കയറണം. കത്തിയോതി സിമ്മേല്. ഇപ്പൊ ജസ്റ്റ് കിതത്തിന്ന് എന്ത് കാര്യം മനസ്സിലായി? മൊത്തം ഇനി സിമ്മ ഇടണോന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളമില്ല കപ്പലടിയില്. അല്ല എന്തുകൊണ്ട് പറഞ്ഞൊന്ന് പോനറിയാൻ മോനെ. കപ്പയ്ക്ക് വെള്ളമില്ലാത്തോണ്ട് അടി പിടിക്കും. ഇപ്പൊ ജസ്റ്റ് കപ്പ തിന്നാത്തല്ല. ഞാനൊന്ന് മേലാതായാൽ ബ്രേക്ക്ഫാസ്റ്റ് കിടക്കണൊന്ന് കിടപ്പിലായിരുന്നതായിരിക്കും. അത് നിന്റെ ഉത്തരവാദിത്തം ഉണ്ടാക്കി തരട്ടെ. കറി വരെ ഉണ്ടാക്കി വെച്ചതല്ല കിടന്ന. ഇന്ന് ക്യാമറ ഓൺ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. ജസ്റ്റിക്ക് എന്നാ മനസ്സിലായി? ഒരു വീട്ടിലോട്ട് കെട്ടി വന്ന പുതിയൊരു പെൺകൊച്ചിന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ ജസ്റ്റിക്ക് ഞാനേ ഉള്ളൂ. പരിചയമില്ലാത്ത വീട്ടുകാര്, പുതുമുഖങ്ങളായ അപ്പനും അമ്മയും. ആ വീട്ടില് ഒന്നും അന്നൊക്കെ സത്യമല്ലേ? അവരുടെ മാനസികാവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ. ഒന്നുമല്ല എന്റെ മാനസികാവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ. എന്തോരം മാനസികമായിട്ടൊരു പെൺകൊച്ച് ട്രോമയെ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ട്രോമ എന്നൊന്നും പറയുന്നില്ല, എന്നാലും അമ്മായിമ്മയുള്ളൊരു അടുക്കളയില് പരിചയമില്ലാത്തൊരു അമ്മായിമ്മയോടത്തിൽ ഇങ്ങനെയൊക്കെ നിന്ന് ഉണ്ടാക്കുന്ന അവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ. ഈശ്വര അടുത്ത ജന്മത്തിൽ ജസ്റ്റിയെ പെങ്കൊച്ചാക്കി ജയിപ്പിക്കണേ. നല്ല പോരുള്ളൊരു അമ്മായിമ്മ വേണ്ടല്ലേ?
പാവല്ലേ ചിക്കട് ദേഷ്യം വരുന്നുണ്ടടാ. കുത്തി കുഴച്ചങ്ങെടുക്ക കുത്തി. എന്ത് ചേച്ചി കപ്പ ഇളക്കിയാ പോരെ, അതിനിങ്ങനെ മുക്കണ്ട ആവശ്യം. വാ അങ്ങനെ നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉണക്കക്കപ്പ വേവിച്ച്. ഇതിനോട് ഏറ്റവും നല്ല കോമ്പിനേഷൻ ബീഫ് കറിയാണ് കേട്ടോ, അല്ല ഉണക്കമീൻ കറി. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും അല്ല ലഞ്ചും അല്ല, ബ്രഞ്ച് റെഡിയായി. ആർക്കെങ്കിലും കപ്പ വേവിച്ചത് വേണോ? ബാ പോര് കേട്ടോ. നമുക്ക് മീൻ കറിയായിരുന്നേ, ഉണക്കമീൻ കറിയല്ല, പച്ചമീൻ കറിയായിരുന്നു. എങ്ങനുണ്ട്? നല്ല എന്റെ അമ്മേ, തീർന്നു ലോകാവസാനം. ആദ്യം അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. എങ്ങനെയുണ്ട് ചേച്ചി?